നിങ്ങളുടെ മാധ്യമങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇടതുപക്ഷ മുന്നണി സർക്കാർ ഇരിക്കുമ്പോൾ മന്ത്രിമാരുടെ ഓഫീസിൽ മെയിൻ്റനൻസ് നടത്തിയാൽ അതിന് നിങ്ങൾ കൊടുക്കുന്ന പദപ്രയോഗം മോടി പിടിപ്പിക്കാൻ, UDFൻ്റെ മന്ത്രിമാർ വന്ന് മെയിൻ്റനൻസ് നടത്തിയാൽ അതിന് നിങ്ങൾ കൊടുക്കുന്ന നാമധേയം അറ്റകുറ്റപ്പണികൾ. ഇത് കേരളത്തിലെ ഭാഷാ പഠനത്തിൽ പ്രത്യേകമായിട്ട് എടുത്ത് ഉപയോഗിക്കേണ്ടതാണ്. ഓരോ പാർട്ടികൾ മാറുമ്പോൾ ഭാഷ എങ്ങനെ മാറുന്നുള്ളത്. അപ്പോൾ പിണറായി വിജയൻ വാടക വീട്ടിൽ താമസിച്ചിരുന്ന വീട്ടിൽ പിണറായി വിജയനെ എന്തിനാ തടഞ്ഞു വെച്ചേ? അതിന് ഉത്തരം ആദ്യം പറ. പിണറായി വിജയനെ രാവിലെ എന്നിട്ട് നിങ്ങൾ പുറത്തു പൊക്കോളൂ, ഞങ്ങൾക്ക് ഈ വീട് റെഡി ചെയ്യാനുണ്ട്, വീണ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയാൻ എന്താ? അതിന് പകരം പിണറായി വിജയനെ തടഞ്ഞു വെച്ച് പിണറായി വിജയൻ കേസിൽ പ്രതിയല്ല, പിന്നെന്തിനാണ് പിണറായി വിജയനെ തടഞ്ഞു വെച്ചേ? ഇനി മാസപ്പടി എന്ന പ്രയോഗം കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം കൊടുത്തതാ. മാസപ്പടി പണ്ട് ഈ മദ്യദുരന്തം ഉണ്ടായ കാലത്ത് ചില രാഷ്ട്രീയക്കാർ മദ്യവ്യാപാരികളിൽ നിന്ന് മാസപ്പടി പറ്റുമായിരുന്നു. ആ വാചകമാണത്. ഈ പറഞ്ഞ മാധ്യമം ഉൾപ്പെടെ CMLRൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. വേറൊരു കാര്യം, ഞാനൊരു മാധ്യമത്തെ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ മാധ്യമങ്ങൾ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ മാസപ്പടി? ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായി, രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാർ. ആ കരാറിൽ സേവനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്, വാർഷിക കരാർ ഉണ്ടാക്കുന്നു. ഈ വാർഷിക കരാറിൻ്റെ ചെയ്ത്തിനെയും പണത്തെയും മാസങ്ങളായിട്ട് പണമെടുത്ത് ഹരിച്ചു കുണിച്ച് അതിന് മാസപ്പടി എന്ന് പേര് കൊടുക്കുന്നതിൻ്റെ ലോജിക്ക് എന്താ? കേരളത്തിൽ ഞാനും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണകേന്ദ്രത്തിൽ ഇരുന്ന ഞാനും AMC കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരു ഫാമുമായി ബന്ധപ്പെട്ട് 1.5 കോടി രൂപയുടെ ഉപകരണം, ആ ഉപകരണത്തിന് ആനുവൽ മെയിൻ്റനൻസ് കരാർ അവർ ചില കമ്പനി പലരും വന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ചർച്ച നടത്തിയിട്ട് സാമാന്യം മികച്ച ഒരു കമ്പനിക്ക് കൊടുത്തു. അവർ അടുത്ത മാസം സേവനം തരണമെന്നില്ല. 3 മാസമോ 1 വർഷമോ കഴിയുമ്പോഴാണ് നമ്മുടെ ഉപകരണം കേടാവുന്നതെങ്കിൽ അപ്പോൾ അവർ സേവനം തരാൻ ബാധ്യസ്ഥമാണ്. അവർക്ക് മാസക്കണക്കല്ല പൈസ കൊടുക്കുന്നത്, ഇതിനെ മാസക്കണക്കായിട്ട് ഹരിച്ചു കുണിച്ചെടുക്കണ്ട. അത് ഏറ്റവും വലിയ അപകടം. ഇനി അടുത്ത എന്താ? ഇത് നികുതി. ഇത് ഏതാ കേസ്? ഇവരുടെ പേരിലുള്ള കേസല്ല. CMLR കമ്പനി നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞെടുത്ത കേസാ. ആ കേസുമായിട്ട് അവർ കോടതിയിൽ പോയി ഞങ്ങളെ അതിൽ നിന്ന് വിമുക്തമാക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അന്വേഷണം നടത്തോളാൻ പറഞ്ഞത്.